കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോടിൽ നിന്നും പ്രേമി അമ്മയുടെ കൃഷ്ണാനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് ഏതാണ്ട് 65 വയസ്സിന് മുകളിലുണ്ട് പ്രായം. അമ്മ കന്നുകാലികളെയൊക്കെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. പശുവിനെയും ആടിനെയൊക്കെ വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അമ്മ ജീവിക്കുന്നത്. അമ്മയ്ക്ക് മക്കളൊക്കെ ഉണ്ട്, എന്നാലും സ്വന്തമായിട്ട് അധ്വാനിക്കണം എന്നുള്ളൊരു മനോഭാവമുള്ള അമ്മയാണ്. ഇപ്പോഴും ഇത്ര പ്രായമായിട്ടും അമ്മ ഇങ്ങനെ തൻ്റെതായ രീതിയിൽ ഒരു ഭാഗത്ത് അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുകയും ഭഗവാനെ നിത്യവും സ്മരിക്കുകയും ചെയ്യുന്ന അമ്മയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് വരികയാണ്. വീട്ടിലെ കന്നുകാലികളെയൊക്കെ മേയിച്ച് അവയ്ക്കുള്ള പുല്ലിന് വേണ്ടിയിട്ട് അമ്മ പോകുമ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്. സാധാരണ ഷുഗറിനുള്ള മരുന്നൊക്കെ അമ്മ കഴിക്കാറുണ്ട്. പക്ഷേ ആ ദിവസം അമ്മ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കഴിക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് ഒരു തളർച്ച വരികയും ഉടനെ തന്നെ മക്കളോട് പറയുകയും ചെയ്തു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അമ്മ ആകെ തളർന്നിരുന്നു. ഹോസ്പിറ്റലുകാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അമ്മയെ എത്തി. അപ്പോഴേക്കും അമ്മയുടെ ഒരു വശം മുഴുവനായിട്ടും തളർന്നിരുന്നു. മക്കളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു വളരെ സീരിയസ് ആണ്, അമ്മയുടെ ബോധമൊന്നുമില്ല, എന്താകുമെന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവരാകെ ടെൻഷനിലായിട്ടോ. പിന്നീട് നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മുടെ ആ വീഡിയോയിൽ അവരുടെ ആരോ ബന്ധുക്കളാരോ ഈ ഒരു വീഡിയോസ് കാണുകയും ആ വീഡിയോയിൽ നമ്മുടെ ഈ ഫോട്ടോയെക്കുറിച്ച് അവർ അറിയിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലർക്കും എന്നൊക്കെ. ചില ആളുകൾക്ക് നിത്യരോഗികളായിട്ടുള്ള ആളുകൾ എണീറ്റ് നടക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ക്യാൻസർ രോഗിയുടെ അസുഖം സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്ഭുത കഥകൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പലരുടെയും അനുഭവങ്ങൾ. അങ്ങനെ അമ്മയുടെ ബന്ധുക്കളും ഇത് അറിയുകയും അവർ ഉടനെ തന്നെ ഈ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഈ ഒരു ഫോട്ടോ അമ്മയ്ക്ക് നൽകുകയും തലണയ്ക്കടിയിൽ വയ്ക്കുകയൊക്കെ ചെയ്തു. പതുക്കെ പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അമ്മ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക്. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്താണ് മോളെ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള ചോദ്യമായിട്ടോ അമ്മയ്ക്കുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു, അമ്മ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഭഗവാനോട് ഇത്രമാത്രം അടുത്തിട്ടും അമ്മയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ള രീതിയിൽ ഞാനും ചിന്തിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് അങ്ങനെ വന്നെങ്കിലും ഭഗവാന്റെ പ്രൊട്ടക്ഷനോടുകൂടി അമ്മ ഇന്ന് എണീറ്റ് നടക്കുന്നുണ്ട്. സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്നും കിടപ്പിലായ എത്ര രോഗികളുണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ അമ്മയ്ക്ക് ഇന്നും തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ദിവസം, ഒരു മാസത്തോളം അമ്മ കിടപ്പിലായിരുന്നു കേട്ടോ. മക്കളും മരുമക്കളൊക്കെ ആയിരുന്നു ഭക്ഷണം വരെ ഊട്ടിക്കൊടുത്തിരുന്നത്. ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും അമ്മയ്ക്ക് കഴിയുണ്ടായിരുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പണ്ട് എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ ഓടിച്ചാടി പാചകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പൈക്കളെ നോക്കാൻ സാധിക്കുന്നുണ്ട്. പുല്ലൊന്നും പറിക്കാനൊന്നും അവർ വിടാറില്ല, മക്കളാരും പുറത്തേക്ക് വിടാറില്ല. എന്നാലും ഓടിച്ചാടി നടക്കാനൊക്കെ പഴയതുപോലെ തന്നെ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ വലിയൊരു അപകടം വരാൻ നിന്നത് ഒരു പക്ഷേ ഭഗവാൻ അത് കുഞ്ഞൊരു അനുഭവമാക്കിയിട്ട് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. എല്ലാവരും ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഭഗവാനെ നമ്മൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നു അത്രത്തോളം ഭഗവാൻ നമ്മുടെ കൂടെ എങ്ങനെ ഉണ്ടാവും, പ്രൊട്ടക്ഷനായിട്ട്. ഏത് അപകടങ്ങളുണ്ടെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചറമ്മയുടെ കഥയിൽ, അപകടങ്ങളുണ്ടാവും പക്ഷേ എന്താണ്, ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടില്ലേ? ശരിയായ കാര്യമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പരീക്ഷണങ്ങളുണ്ടാവും, അപകടങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാവും. പക്ഷേ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അതിൽ പരം എന്താണ് നമുക്ക് ആവശ്യം? ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്?
ഭഗവാനെ നിരന്തരം സ്മരിക്കുക. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ കർമ്മഫലം കൊണ്ടോ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവും ഈ ജന്മത്തിൽ. നമ്മൾ മുൻ ചെയ്ത കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ കാഠിന്യം ഭഗവാൻ കുറച്ച് തരും ഭഗവാന്റെ ഭക്തർക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭഗവാനെ മുറുകെ പിടിക്കുക, മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. നിങ്ങൾക്കിതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുത് കേട്ടോ. കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് വഴി മറ്റുള്ളവരുടെ മനസ്സിലും ഭക്തി നിറയുന്നതാണ്, ഭക്തിയുടെ വെളിച്ചം നിറയുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് അത്. പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഭഗവാനൊന്നുമില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവർ. പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ് നിറയുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഞാൻ ഈ ഫോട്ടോയെക്കുറിച്ചിട്ടുള്ള അനുഭവം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നമ്പറിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ആ ഫോട്ടോ അയച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് ഞാൻ ആ ഫോട്ടോയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിരവധി പേര് അതിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ടും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ്റെ തലണയ്ക്കിടയിൽ ആ ഫോട്ടോ വെച്ചപ്പോൾ അച്ഛനിപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മകള് ഈ അടുത്ത ദിവസം എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. എല്ലാവരും ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. താങ്ക് യു.